ഡിസംബർ 28 ശനിയാഴ്ച, കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ. മത്തായി 2:13 മുതൽ 18 വരെ വാക്യങ്ങൾ. യുക്രൈനിൽ കുട്ടികളെ നിർബന്ധിച്ച് നാടുകടത്തുന്നു. ഇസ്രായേലിലും പലസ്തീനയിലും ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും വധിക്കപ്പെടുന്നു. പടിഞ്ഞാറൻ സുഡാനിൽ പെൺകുട്ടികൾ ബലാത്സംഗത്തിനിരയാകുന്നു. ഇവരും ലോകമെമ്പാടുമുള്ള മറ്റു കുട്ടികളും ഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ ഇരകളാണ്. ലോകമെമ്പാടും യുദ്ധം നടക്കുമ്പോൾ കുട്ടികൾ കൊല്ലപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, തെറ്റായ തടങ്കലിൽ വയ്ക്കപ്പെടുന്നു, ലൈംഗികമായി ആക്രമിക്കപ്പെടുന്നു, തട്ടിക്കൊണ്ടുപോകപ്പെടുന്നു. ദേശീയ സൈന്യങ്ങളിലേക്കും സായുധ സംഘങ്ങളിലേക്കും അവരെ നിർബന്ധമായി ചേർക്കുന്നു. സ്കൂളുകളും ആശുപത്രികളും ലക്ഷ്യമിടുന്നതും മനുഷ്യത്വപരമായ സഹായം നിയമവിരുദ്ധമായി തടയുന്നതും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനുമുള്ള അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. നിരവധി ദുഷ്ടന്മാരെ ചരിത്രം രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ ലിസ്റ്റിൽ ഒരുപക്ഷെ ഹിറ്റ്ലർ, ഒസാമ ബിൻ ലാദൻ, സദാം ഹുസൈൻ, മുസോളിനി, സ്റ്റാലിൻ, ഹെറോദോസ് എന്നിവർ ഇടം പിടിക്കും. ഇവരെല്ലാം കൂട്ടക്കൊലയാളികളായിരുന്നു. നിങ്ങൾ കാണുന്നത് പോലെ ഹെറോദോസ് ഏറ്റവും മോശപ്പെട്ട ഒരാളായിരുന്നു. കാരണം കുട്ടികളായിരുന്നു അവൻ്റെ ഇരകൾ. ക്രിസ്ത്യൻ ചരിത്രത്തിലെ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ആദ്യ ഏറ്റുമുട്ടലായിരുന്നു നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കൊല. രാജാവായ യേശു തൻ്റെ രാജ്യത്തിന് ഭീഷണിയാണെന്ന് കരുതി ഹെറോദോസ് ആ തെറ്റ് ചെയ്തു. BC 37 റോമൻ സെനറ്റ് ഹെറോദോസിനെ യഹൂദന്മാരുടെ രാജാവായി നിയമിച്ചത്. ഹെറോദോസിൻ്റെ 33 വർഷത്തെ ഭരണം പ്രക്ഷുബ്ധമായിരുന്നു. അങ്ങേയറ്റം അസൂയുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഹെറോദോസ്. അദ്ദേഹത്തിൻ്റെ ഭ്രാന്തൻ നിയമങ്ങൾ ഐതിഹാസികമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 10 ഭാര്യമാരിൽ ഒരാൾക്ക് മഹാപുരോഹിതനായ ഒരു സഹോദരനുണ്ടായിരുന്നു. ഹെറോദോസിന് തൻ്റെ ഈ അളിയനിൽ നിന്ന് ഭീഷണി തോന്നിയതിനാൽ അവൻ അയാളെ കൊന്നു. തുടർന്ന് അവൻ്റെ സഹോദരൻ തൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ തൻ്റെ 2 ആൺമക്കൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതിനാൽ അവർ ഇരുവരെയും കൊലപ്പെടുത്തി. ക്രൂരനും ദയയില്ലാത്തവനുമായിരുന്നു ഹെറോദോസ്. അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഹെറോദോസ് അഗാധമായി അസ്വസ്ഥനായിരുന്നു എന്ന് മത്തായി നമ്മോട് പറയുന്നതിൽ അതിശയിക്കാനില്ല. യേശുവിനെ മറിയത്തെയും ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ ദൂതൻ ജോസഫിനോട് നിർദ്ദേശിച്ചു. എന്തുകൊണ്ടാണ് ഈജിപ്ത്? ബെത്ലഹേമിൽ നിന്ന് കുറഞ്ഞത് 80 മൈൽ യാത്ര ചെയ്യണം. കാരണം ഒന്ന്, ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഒരു വലിയ ജൂത അഭയാർത്ഥി സമൂഹമുണ്ടായിരുന്നു. മറ്റൊരു കാരണം, ഈജിപ്ത് ഹെറോദോസിൻ്റെ അധികാര പരിധിക്ക് പുറത്തായിരുന്നു. അതിനാൽ അവർ ഈജിപ്തിൽ പ്രവേശിച്ചാൽ സുരക്ഷിതരായിരിക്കും. എന്നാൽ അതിനേക്കാൾ വലിയൊരു കാരണമുണ്ട്. യേശു ഒരു പുതിയ പുറപ്പാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. ജോസഫിന് തൻ്റെ കുടുംബത്തെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് ഹെറോദോസിൽ നിന്ന് ഓടിപ്പോകുന്നതിനേക്കാൾ വലിയ അർത്ഥമുണ്ടായിരുന്നു. ഇത് പ്രവചനത്തിൻ്റെ നിവൃത്തിയെക്കുറിച്ചായിരുന്നു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രനായതുപോലെ
ഈജിപ്തിൽ നിന്ന് വരുന്ന യേശു ദൈവപുത്രനാണെന്ന് ഇവിടെ മത്തായി രേഖപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞു പൈതങ്ങളുടെ കശാപ്പ് നമുക്ക് ഹൃദയഭേദകമാണെങ്കിലും നിരപരാധികളായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ വേദന ഇന്ന് ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന കുട്ടികൾക്കായി നമ്മാൽ കഴിയുന്ന നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കും. അങ്ങനെ നിരപരാധികളുടെ ഭയാനകമായ യാതനകൾ 2000 വർഷങ്ങൾക്ക് ശേഷവും കൃപയുടെ അവസരമായി മാറുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാൾ മംഗളം നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.